ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് പി ശശിയൻ അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. CPM-ന്റെ ചരിത്രത്തിൽ ഇന്നുവരെ പാർട്ടിയുടെ ഒരു MLA-യും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിലെ ഉന്നതർക്കുമെതിരെ ഈ മട്ടിൽ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അൻവർ തുറന്നുവിട്ട ഭൂതത്തിനെ ഉടനൊന്നും പിടിച്ചുകെട്ടാനുമാവില്ല. പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും നിരത്തുന്നത്. കേരള സ്പോർട്സ് കൗൺസിലും മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയും തമ്മിൽ ഈ വിഷയത്തിനകത്ത് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ടെൻഡറിൽ പങ്കെടുക്കാതെ ടെൻഡർ പീരീഡിൽ തന്നെ ഇങ്ങനൊരു കരാറ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, ഈ മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മുൻ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിലവിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശ്രീ പി ശശിയാണ്. ഈ എഗ്രിമെന്റ് ഉണ്ടാകുന്ന സമയത്ത് മാഗ്നം സ്പോർട്സിന്റെ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ മകനാണ്. കടുത്ത ആരോപണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും പിണറായിയുടെ താൽക്കാലിക തണലിലാണ് ശശി. പാർട്ടി നടപടിയെ തുടർന്ന് വർഷങ്ങൾ പുറത്തുനിന്ന ശശിയെ 2022 ഡബിൾ പ്രൊമോഷൻ നൽകി സംസ്ഥാന കമ്മിറ്റിയിലും പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്കും കൊണ്ടുവന്ന പിണറായിയുടെ സംരക്ഷണം അധികം നീണ്ടേക്കില്ല. അൻവർ തുടങ്ങിവെച്ച കഥ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ആരൊക്കെ വീഴുമെന്നും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും ശശി എത്തുന്നത് ചിലർ ഭയപ്പെടുന്നുണ്ട്. സ്പീക്കർ AN ഷംസീർ ഒഴിഞ്ഞാൽ തലശ്ശേരി സീറ്റിലും ശശിക്ക് കണ്ണുണ്ട്. അതുകൊണ്ട് തന്നെ ശശിക്കെതിരായി പാളയത്തിൽ തന്നെ നേതാക്കളുടെ വൻ പടയുണ്ട്. അവരെ ഭേദിക്കുക അത്ര എളുപ്പവുമാവില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.